ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആലുവ കുഞ്ചാട്ടുകരയിലുള്ള മിസ്റ്റർ അജ്മൽ ആൻഡ് ജാസ്മിന്റെ സ്വപ്ന ഭവനമാണ്. എൻ്റെ പേര് അജ്മൽ. ഞാൻ കാക്കനാട് DD ഓഫീസിൽ വർക്ക് ചെയ്യാണ്. നമ്മൾ ഒരു പുതിയ വീടിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പഴയ വീട് ഒരു 28 വർഷത്തോളം പഴക്കമുള്ള എൻ്റെ പ്രായമുള്ളൊരു വീടായിരുന്നു. അപ്പോൾ അതിൽ റിനോവേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ മൻസൂർ ഗ്രീൻലാൻഡിന് നമ്മൾ കോൺടാക്ട് ചെയ്തു. നമ്മുടെ കസിൻ കൂടിയാണ്. അപ്പോൾ പിന്നെ വേറെ ഇതൊന്നും വേണ്ട. അപ്പോൾ നേരെ ഞങ്ങൾ ഇവിടെ വരികയാണ് ചെയ്തത്. മൻസൂറിൻ്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തപ്പോൾ സ്ഥലം വന്ന് കാണുകയും അങ്ങനെ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ടോക്കൺ കൊടുത്ത് മൻസൂർ തന്നെ ഒരു പ്ലാൻ റെഡിയാക്കി തരികയും ചെയ്തു. അതിൽ നമ്മുടേതായ കുറച്ച് സജഷൻസും കൂടി വന്നപ്പോൾ പ്ലാൻ ഗംഭീരമായി. അതിൻ്റെ പുറകെ എലവേഷൻ 3D ഡിസൈൻ നമ്മളൊരു കാര്യം പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ അപ്പുറമാണ് എനിക്ക് ആ എലവേഷൻ കിട്ടിയത്. പിന്നെ നമ്മൾ വീട് പണി തുടങ്ങിയത് മുതൽ അവസാനം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡെയിലി വന്ന് അന്വേഷിക്കും. മൻസൂറായിട്ട് കോൺടാക്ട് ചെയ്യുകയും അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൊട്ടത്തരമാണെന്നൊന്ന് വിചാരിക്കണം. നമുക്ക് എന്തും സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് എന്തും നമുക്ക് അത് പറയാൻ പറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നതിൽ നമ്മുടെ ഒരു ആഗ്രഹവും കൂടെ മൻസൂറിൻ്റെ അവരുടെ ഗ്രീൻലാൻഡിൻ്റെ അവരുടെ ഒരു ഇൻപുട്ടും കൂടി എല്ലാം വന്നപ്പോൾ നമുക്ക് നമ്മുടെ വീട് ഏറ്റവും നല്ലൊരു അടിപൊളി നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ തന്നെ വീട് പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അധികം നാളായിട്ടില്ല താമസം കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് ഭയങ്കര ഫ്രഷ്നസ്, ഇവിടെ ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. ഈ വീടിന്റെ സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് കോളറാണ്. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 3 വർഷത്തോളമായി. ഇങ്ങനെ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ വീട് പുതുക്കി പണിത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അജു പറഞ്ഞ് അത് ശരിയാവില്ല, അതിൽ ഞാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മനു നമ്മുടെ മാമയുടെ മോൻ ഇങ്ങനെ ബിൽഡറാണെന്ന് അപ്പോഴേ ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞ് സത്യം. കാരണം നമുക്ക് വീട് പണിയാണെങ്കിൽ അജിനെ കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓടി നടക്കാൻ ആരുമില്ല. അങ്ങനെയാണ് സ്ഥലം വന്ന് കണ്ട്. അപ്പോൾ 4 സെന്റ് മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അജു പറഞ്ഞ് 4 സെന്റ് ഒന്നും ആവില്ല, 8 സെന്റുകൾ മേടിച്ചാലും നമുക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പോലെ നമുക്ക് റിട്ടയർ ചെയ്യാൻ കുറച്ച് പൈസയും കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ നല്ല വീട് വെക്കാൻ പറ്റി. അതിനോട് ഞാൻ ഗ്രീൻലാൻഡിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സ്റ്റെയറിന്റെ ട്രെഡ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഈ കബോർഡ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്ലൈവുഡിൽ മൈക്ക ഫിനിഷ് ആണ്. ജാക്ക്വുഡ് റെഡിമെയ്ഡ് ഡോർസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അൻസിയ. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആകുന്നുള്ളൂ. ഞാൻ മത്സ്യഭവനിൽ ഫിഷറീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. കല്യാണത്തിന് മുമ്പാണെങ്കിലും അജു വീടിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. ഗ്രീൻലാൻഡ് കൺസ്ട്രക്ഷൻ അവരെ പറ്റി പറയാറുണ്ട്. അപ്പോൾ വീട് കല്യാണത്തിന് ശേഷം വന്ന് കണ്ടിട്ട് നല്ല അടിപൊളിയാണ്.